മാറും. അതിലവിടെ നമുക്ക് വ്യക്തമായി നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം. അവിടെ വീടുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്, ടൗൺഷിപ്പിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. കോൺഗ്രസിൻ്റെ വീട് CPM-ന്റെ ആരോപണമല്ല. അപേക്ഷ കൊടുത്തില്ല എന്നത് CPM-ന്റെ ആരോപണമല്ല. ഇത് നിയമപ്രകാരം, വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയാണ്. ഈ രേഖപ്രകാരം 19/3/2026 വരെ ഒരു അപേക്ഷയും കൊടുത്തിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ അല്ലാതെ അന്വേഷിച്ചപ്പോഴും രേഖകൾ സമർപ്പിച്ചില്ല. ഇത് വിവരാവകാശ നിയമപ്രകാരം തന്നെ ഇത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് കോൺഗ്രസിനെതിരെ ഈ വിഷയം വലിയ രൂപത്തിൽ ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയം വളരെ കൃത്യമായി പറഞ്ഞു. കോൺഗ്രസിൻ്റെ ഈ തട്ടിപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയരുന്നു. അങ്ങനെ പ്രതിഷേധം ഉയരുമ്പോൾ ചില മാധ്യമങ്ങൾ കോൺഗ്രസിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ചില തെറ്റായ പ്രചാരം വല്ല ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്നതാണ്. അതിനെയൊന്നും ജനങ്ങൾ മുഖവിലേക്ക് എടുക്കില്ല. ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അർഹരായ 178 കുടുംബങ്ങൾ, ഇപ്പോൾ ഏറ്റവും ആദ്യ ഫേസ് 1-ൽ ഉള്ള 178 കുടുംബങ്ങളും വളരെ തൃപ്തമാണ്. അവരെല്ലാം വിഷുവിന് മുമ്പായി കയറാൻ കഴിയുമെന്ന കാര്യത്തിൽ അവർക്കെല്ലാം സർക്കാരിൽ വിശ്വാസമുണ്ട്. ആ കാര്യങ്ങൾ അവർ തൃപ്തരുമാണ്. നമുക്കറിയാം, ടൗൺഷിപ്പിൽ 178 വീട് മാത്രമല്ല നിർമ്മിക്കുന്നത്, ബാക്കി വീടുകൾ കൂടിയുണ്ട്. നിങ്ങൾ ഇന്നലെ 1-2 മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് വയനാടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. കോൺഗ്രസിനെ വെളുപ്പിച്ചെടുക്കാൻ പഴയ KSUവിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള പ്രതിനിധി, അദ്ദേഹം കോൺഗ്രസിൻ്റെ പണം വാങ്ങിക്കൊണ്ട് ചെയ്യുന്ന പ്രചരണ പ്രവർത്തനമാണ്. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതെല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണോ ടൗൺഷിപ്പ് വളരെ ആഘോഷപൂർവ്വം ഉദ്ഘാടനം ജനങ്ങളെല്ലാം ഏറ്റെടുക്കുമ്പോൾ ആഘോഷപൂർവ്വം ഏറ്റെടുക്കുന്ന സമയത്താണ് അദ്ദേഹം കുത്തിത്തിരിപ്പ് വാർത്തയോ എന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തുടങ്ങിയതാണ്. ഇന്നലെ വലിയ രൂപത്തിൽ മാധ്യമങ്ങളും മറ്റുമെല്ലാം കോൺഗ്രസിൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ ഘട്ടത്തിൽ തന്നെ തെറ്റായൊരു വാർത്ത ടൗൺഷിപ്പിനെ ഉന്നയിച്ചുകൊണ്ട് വരികയാണ്. ഇന്നലെ യഥാർത്ഥത്തിൽ എന്താ വിഷയം? 1320 തൊഴിലാളികൾ ഇന്നലെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെയുള്ള വിഷയം എന്താ? നേരത്തെ 178 വീടുകളുടെ ഭാഗത്ത് മാത്രമാണ് തൊഴിലാളികൾ വർക്ക് ചെയ്തത്. ഈ അവസാനം ടൗൺഷിപ്പ് ഉദ്ഘാടനത്തിൻ്റെ ഘട്ടത്തിൽ ആദ്യത്തെ ഫേസ് 1-ലുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ദ്രുതഗതിയിൽ പണി തീർക്കാൻ വേണ്ടി നേരത്തെ ഉണ്ടായിരുന്ന തൊഴിലാളികളെല്ലാം ആ 178 വീടുകളെ ചുറ്റിപ്പറ്റിയാണ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഇടപെട്ടത്. ഇപ്പോഴേ ആ വീടുകൾ മാത്രമല്ല, അവിടെ ചെറിയ ചെറിയ വർക്കുകളേ ഉള്ളൂ. ചില വീടുകൾ, കുറേ വീടുകൾ വർക്ക് കഴിഞ്ഞു. കുറച്ച് വീടുകളിൽ മാത്രമാണ് ചെറിയ ചെറിയ വർക്കുകളുള്ളത്. അവിടെ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ വർക്കുകൾ ചെറിയ വർക്ക് ചെയ്തിരാണല്ലോ. മൊത്തത്തിൽ ടൗൺഷിപ്പിലാകെയുള്ള ബാക്കി 410 വീടുകളാണല്ലോ മൊത്തം നിർമ്മിക്കുന്നത്. ആ ടൗൺഷിപ്പിൻ്റെ ഭാഗമായുള്ള മുഴുവൻ ഭാഗത്തും നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തൊഴിലാളികളുണ്ട്.